പോകുന്ന സമയത്ത് എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതായത് പിക്ചർ തരും, എന്നിട്ട് ഇത് ആരാ എന്ന് മക്കൾ എഴുതേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷ പേപ്പറിൽ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞണ്ടിന് നമ്മൾ ഹിന്ദിയിൽ കേക്കിട എന്നാണ് പറയുന്നത്, പഠിച്ചിട്ട് പോയിക്കോളാം. അതേപോലെ ആമയ്ക്ക് നമ്മൾ കച്ചുവ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കച്ചുവ. ഇതൊക്കെ എന്റെ മക്കൾ എഴുതി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത്, എഴുതി പഠിച്ചോളാം. പിന്നെ എന്താണ് തവളയ്ക്ക് എന്താ നമ്മൾ പറയുന്നത്? ഫ്രോഗിന് നമ്മൾ മെയിൻ ടെക് എന്നാണ് പറയുന്നത്, അതും പഠിക്കുക. പിന്നെ കൊക്കിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരെന്താണ്? ബഗുല എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബഗുല എന്നാണ് പറയുന്നത്. അതേപോലെ ഈ മീനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവത്തില്ലേ? ഫിഷ് എന്തായാലും വരും. ഫിഷിന് നമ്മൾ മച്ചലി എന്നാണ് പറയുന്നത്, അത് ആലോചിച്ചോളാം. മച്ചലി എന്താണ്? പിക്ചർ തന്നിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും വേറെ എന്തിനെങ്കിലും ഒക്കെ എന്താണ് മക്കൾക്ക് ചോദിക്കും. മീൻ എന്ന് വെച്ചാൽ മച്ചലിയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ എന്താണ്? പൂമ്പാറ്റയ്ക്ക് ബട്ടർഫ്ലൈക്ക് നമ്മൾ പറയുന്ന പേരാണ് തിത്തലി. എന്താ പറയുന്നത്? തിത്തലി എന്നുള്ള പേരാണ്. ഇത് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്? ആനക്കുഞ്ഞിന് നമ്മൾ പറയുന്ന പേരാണ് ആനയ്ക്ക് ഹാത്തി എന്നാണ് പറയുന്നത്. എന്താണ്? ഹാത്തി എന്നാണ് പറയുന്നത്. പിന്നെ കൊരങ്ങൻകുട്ടന് മങ്കിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബന്ദർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ മേഘത്തിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പഠിച്ചിട്ടുള്ളത്? ബാദൽ എന്നാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബാദൽ അല്ലെ. ബാദൽ എന്നുള്ളതാണ്. സൂര്യൻ നമ്മൾ പറയുന്ന പേരെന്താണ്? സൂരജ് എന്നാണ്. അപ്പൊ ഇത്രയും വേർഡ്സ് എന്റെ മക്കളെ എന്തായാലും പഠിച്ചിട്ട് പോവാ. കുറെ കാലങ്ങളായിട്ട് നമുക്കിത് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു തരത്തിലും മക്കളെ തെറ്റിക്കാൻ പാടില്ല, എഴുതി പഠിച്ചോളാം. നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ ബൈ ബൈ.